തലശ്ശേരിയിൽ നിന്നും വൻ പോലീസ് സന്നാഹം എറണാകുളത്തെ വിശ്വാസികളെ കയ്യോടെ പിടികൂടാൻ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിന് പാമ്പ്ലാനി മെത്രാൻ്റെ വാട്സാപ്പിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചത്. ലളിതമായ ഒരു സന്ദേശം: കണ്ടോളൻസസ്. ഒരാളുടെ മരണത്തോട് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് കണ്ടോളൻസസ് എന്ന് ഒരു വ്യക്തി പറയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മെത്രാൻ ഒരു പ്രവചനം പോലെ ഇങ്ങനെ പറഞ്ഞു എന്ന് ആദ്യമൊന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റുകാർക്ക് മനസ്സിലായില്ല. പോലീസ് എറണാകുളത്തും പള്ളിപ്പുറത്തു നിന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത ശേഷം മറ്റുള്ളവരുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഈ സന്ദേശത്തിൻ്റെ അർത്ഥമെന്നും എന്താണ് ഓപ്പറേഷൻ പാമ്പ് ലായനി എന്നും അവരറിയുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ 5 പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇടിവണ്ടിയിൽ നിന്നും അവരെ പുറത്തു കടത്താനുള്ള അപകടകരമായ ദൗത്യമാണ് മൂവ്മെൻറ്റ് ഏറ്റെടുത്തത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ അത് വിജയകരമായി പൂർത്തിയാക്കി. മെത്രാൻ്റെ വാക്കുകൾ ഒന്നുമല്ലാതായി മാറി. ദൈവം ഞങ്ങൾക്കൊപ്പമാണെന്ന് ഒരിക്കൽ കൂടി അനുഭവിച്ചറിഞ്ഞു എന്നാണ് വൺ ചർച്ച് വൺ കുർബാന നേതൃത്വം ഇതിനെ വിശേഷിപ്പിച്ചത്. എന്തായിരുന്നു കണ്ടോലൻസസിൻ്റെ അർത്ഥം? ആ 5 വിശ്വാസികളെ വഴിയിൽ വെച്ചോ തലശ്ശേരിയിൽ എത്തിച്ച ശേഷമോ ഉന്മൂലനം ചെയ്യുക എന്നായിരുന്നു ലക്ഷ്യം. ഈ ലക്ഷ്യം മെത്രാൻ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ശക്തികൾ അയാളെ അതിനെ സഹായിക്കാമെന്ന് ഏറ്റിരുന്നോ? അനവസരത്തിലുള്ള ആ ആദരാഞ്ജലി എന്ന സന്ദേശമാണ് സ്വാഭാവികമായും ഇങ്ങനെ ചിന്തിക്കാൻ മൂവ്മെൻറ്റ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. എറണാകുളത്തെ ചങ്ങാതികളുടെ ഇയാളുടെ കൂട്ടുകെട്ട് ആരോടൊക്കെയാണെന്ന് കൂടുതൽ വിളവെക്കപ്പെട്ട ദിനങ്ങൾ കൂടിയാണിത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ തന്നെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഇത് ഗൗരവകരമായ കുറ്റമാണ്. അപക്വമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ മെത്രാൻ്റെ ക്രൂര മനസ്സിൻ്റെ വിനോദം മാത്രമായിരുന്നു ആദരാഞ്ജലികൾ എന്ന് വിശ്വസിക്കാൻ മൂവ്മെൻറ്റ് എന്തായാലും തയ്യാറല്ല. ഇതൊക്കെ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തലശ്ശേരി മെത്രാൻ എറണാകുളത്ത് വന്ന് ഒരു കൂട്ടൻ മെത്രാന്മാരെയും പുരോഹിതരെയും അൽമായരെയും വിമതരാക്കി മാറ്റി തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സഭയ്ക്കെതിരെയും വിശ്വാസികൾക്കുമെതിരെയും നടത്തുന്ന നിയമ ധ്വംസനങ്ങളും ക്രിമിനൽ പ്രവൃത്തികളും എറണാകുളം പ്രസ് ക്ലബിൽ വെച്ചാണ് വൺ ചർച്ച് വൺ കുർബാന പ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് പാമ്പ്ലാനിയുടെ നികൃഷ്ട പ്രവൃത്തികളുടെ പ്രതീകാത്മകമായ പോസ്റ്ററുകൾ തലശ്ശേരി അരമനയ്ക്ക് സമീപം പതിച്ചത്. ഇതിലാണ് ട്വിസ്റ്റ് ഉണ്ടായത്. അങ്ങനെയാണ് ഓപ്പറേഷൻ പാമ്പ് ലായനിക്ക് തലശ്ശേരി പോലീസ് തുടക്കമിട്ടതും. 2 വണ്ടി നിറയെ യൂണിഫോമിലുമല്ലാതെയും 14 പോലീസുകാരാണ് പെറ്റി കേസിൻ്റെ ബലത്തിൽ പ്രതികളെ പിടിക്കാൻ എറണാകുളത്തേക്ക് പാഞ്ഞത്. മണിക്കൂറുകളോളം അവർ ബസ്സിലേക്കിടെ പരിസരങ്ങളിൽ ചുറ്റിക്കറങ്ങി. ഇടിവണ്ടിയിലേക്ക് അറസ്റ്റ് ചെയ്യുന്നവരെ ജീവനോടെയോ അല്ലാതെയോ തിരുമേനിയുടെ മുന്നിലെത്തിക്കാനായിരിക്കാം ഇവർ ശ്രമിച്ചത്. പക്ഷേ ഒടുവിൽ സംഭവിച്ചത് വിശ്വാസികളുടെ വിജയമായിരുന്നു. തലശ്ശേരി പോലീസിനും മെത്രാനുമൊക്കെ ആകെ നാണക്കേടും. രാത്രിയിലെ ഓപ്പറേഷൻ പരാജയപ്പെട്ട ശേഷം പിറ്റേ ദിവസം പുലർച്ചെ ഈ വണ്ടികൾ തിരികെ തലശ്ശേരിയിലേക്ക് പായുകയായിരുന്നു. അങ്ങനെ നാടകീയമായൊരു പരാജയമായി ഓപ്പറേഷൻ പാമ്പ് ലായനി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ മനസ്സ് ഊണിലും ഉറക്കിലും ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമെന്നും അതിന് മെത്രാനെന്നോ വൈദികനെന്നോ വിശ്വാസിയെന്നോ ഉള്ള വേർതിരിവ് ഉണ്ടാകില്ലെന്നും പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ തലശ്ശേരി മെത്രാൻ്റെ കയ്യിൽ നിന്നും സംഭവിച്ചിരിക്കുന്നതും. ഇതിനൊക്കെ ഉത്തരം തരാൻ ബാധ്യതയുള്ള ഒരു വിഭാഗം ഇപ്പോഴും സഭയിലുണ്ട്. ഇയാളുടെ ചരിത്രങ്ങൾക്ക് മുഴുവൻ തലയാട്ടുന്ന സിറോ മലബാർ സഭയിലെ മെത്രാന്മാരെന്ന ഒരു വിഭാഗം, സിനഡെന്നും പറയുന്നവർ. ഇവരുടെ മറുപടിയാണ് ഇപ്പോൾ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റ് ആവശ്യപ്പെടുന്നത്. ഇതാണോ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ക്രൈസ്തവ സംസ്കാരമെന്ന് അവർ ചോദിക്കുന്നു. നിങ്ങളും ഈ പാമ്പ്ലാനി മെത്രാനെ പോലെ മാനസിക വിഭ്രാന്തികൾക്ക് അടിമയാണോ എന്നും അവർ ചോദിക്കുന്നു. ഇയാളുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും നിയമലംഘനങ്ങളും നിങ്ങളുടെ മൗനാനുഭവത്തിലാണോ മെത്രാന്മാരെ, അതോ നിങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ഇയാൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് ആർജവമില്ലേ? ധൈര്യമില്ലേ? സഭയോട് നിങ്ങൾക്ക് ഒരു വിധേയത്വവുമില്ലേ? ഇയാളെ കയറൂരി വിടുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഭൂഷണമാണോ? നിങ്ങൾക്ക് മെത്രാന്മാർക്ക് സിനഡിനെ ഇയാളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് ആവലാതിപ്പെടണം? ഏക കുർബാനയിൽ ഞങ്ങൾ പങ്കുകൊണ്ട് ആത്മനാശത്തിന് ഞങ്ങളെ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് ഇയാളുടെ മുന്നിൽ ഞങ്ങൾ അടിയറവ് പറയണോ? ഇതിന് മെത്രാന്മാർ മറുപടി പറയണം. പക്ഷേ ഒരു മറുപടിയും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഈ പാമ്പ്ലാനി മെത്രാൻ്റെ അടിമയാണ് ഈ സിനഡിലെ മെത്രാന്മാർ. ചിരിക്കാനറിയാത്ത, പ്രതികരിക്കാനറിയാത്ത ഉരുക്ക് പ്രതിമകളാണ് സിനഡ് മെത്രാന്മാരെ നിങ്ങളെന്ന് മാത്രം ഞങ്ങൾ പറയുന്നു.